ഓരോ ഘട്ടങ്ങളിലും ഈ ഭാരതരത്ന പലർക്കും കൊടുത്തുകൊണ്ട് പോകുന്നു. ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അത് ആദ്യം തന്നെ എന്താ പറയുക, ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയിട്ട് ഇന്ന ആൾക്കാർക്കൊക്കെ ഭാരതരത്ന കൊടുക്കണം തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും കൊടുത്തുകൊണ്ടിരുന്നു. സ്വാഭാവികമാണ്. കോൺഗ്രസ് പാർട്ടി കൊടുക്കാത്ത ഒരു ഭാരതരത്ന അംബേദ്കർക്ക് കൊടുത്ത് നല്ലതാണെന്ന് അത് എതിർക്കുന്നുണ്ടോ? എന്തെങ്കിലും നല്ലൊരു കാര്യം BJP ചെയ്യണ്ടേ? മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇവിടുന്ന് പൊളിച്ചോണ്ട് പോയവരാണ് ഇവർ. ഏത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ? അപ്പം ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അവർ ആകെ ചെയ്തൊരു നല്ല കാര്യം എന്ന് പറയുന്നത് അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തു. അവർ ചെയ്യണ്ടേ? അത് ഞങ്ങൾ ഭാരതരത്ന കൊടുത്തു എന്ന് ഇങ്ങനെ ആവർത്തിക്കുന്നത് തന്നെ അംബേദ്കറോടുള്ള അവഹേളനം അല്ലേന്ന് ആരെങ്കിലും ഞാനങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ അങ്ങനെയായിരിക്കില്ല ഉദ്ദേശിച്ചത്. ഞാനങ്ങനെ മനസ്സിലാക്കുന്നത്. അതായത് അംബേദ്കറിനെ പോലുള്ള ആൾക്ക് ഈ പറഞ്ഞ പോലെ ഭാരതരത്ന കൊടുത്തു എന്നും പറഞ്ഞ് ഇങ്ങനെ മേനിതടിക്കേണ്ട എന്താ ആവശ്യമിരിക്കുന്നത്? കൊടുത്തു, നല്ല കാര്യം, കൊടുക്കട്ടെ, നല്ലതാണെന്ന്. യഥാർത്ഥം എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പേരിൽ ഒരു സ്റ്റേഡിയം നാമകരണം ചെയ്ത ആ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ അത് അംബേദ്കർ സ്റ്റേഡിയം ആയിക്കൂടായിരുന്നു. എന്നാൽ ഗുജറാത്തിലെ സ്റ്റേഡിയം അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചെയ്യട്ടെ. ഈ ഭാരതരത്ന എന്നുള്ള തുടക്കമാകട്ടെ. BR അംബേദ്കറിൻ്റെ പേരിൽ ഒരുപാട് നാമകരണങ്ങൾ നടക്കട്ടെ. അല്ലാതെ സ്വന്തം പേരിൽ മാത്രം ചെയ്യാതെ ആരാ പറഞ്ഞാലും എല്ലാത്തിൻ്റെ പിന്നിൽ നമോ നമോ എന്ന് ചേർത്ത് സ്റ്റേഡിയം പോലും നരേന്ദ്രമോദി സ്റ്റേഡിയം ആക്കി പോലെയുള്ള ഒരു പ്രക്രിയയിൽ വ്യാപൃതരാകാതെ പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയും പേര് BR അംബേദ്കർ എന്നായിക്കോട്ടെ. ആർക്കും തടസ്സമില്ലല്ലോ. ആരും എതിർത്തോ? അത് ഈ മകരദ്വാരത്തിൽ ഉണ്ടായിട്ടുള്ള കയ്യാങ്കളിയിലെ രാജ്യസഭാ MP മാർ പരാതി നൽകിയിട്ടുണ്ടോ? ഞങ്ങൾക്കറിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ സഭയിൽ എന്തൊക്കെയാണ് പുതാമറം BR അംബേദ്കറിൻ്റെ പേര് ഇങ്ങനെ പറയരുതെന്നാണ് യഥാർത്ഥത്തിൽ BJPക്കാർ അമിത്ഷാ പറഞ്ഞത്. ഇന്ന് രാജ്യസഭ തുടങ്ങിയപ്പോൾ തന്നെ BR അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ അമിത്ഷാ പറഞ്ഞത് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് BJPക്കാരും കൂടിയല്ലേ. അദ്ദേഹം പറഞ്ഞല്ലോ BR അംബേദ്കറുടെ പേര് അങ്ങനെ പറയരുതെന്ന്. എന്തുകൊണ്ടെന്ന് BR അംബേദ്കറുടെ പേര് പറയാതെ സ്ഥിരം ഉന്നയിക്കുന്ന ജയ് ശ്രീറാം എന്നുള്ള മുദ്രാവാക്യം എന്തുകൊണ്ടാണ് BJPക്കാർ മുഴക്കാതിരുന്നത്? BJP പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. അതായത് ഇന്നലെ അമിത്ഷായുടെ പ്രസ് മീറ്റിൽ അദ്ദേഹം ചോദിക്കുന്നത് കോൺഗ്രസും നെഹ്റുവും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നെഹ്റു പരിവാറും അംബേദ്കറിന് വേണ്ടി ചെയ്ത ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക. അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതായത് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്നുള്ള പദവി BR അംബേദ്കർ കൊടുത്തത് ആർഎസാണോ? മുഖ്യ ശില്പി. ഇന്ന് BR അംബേദ്കറിനെ ലോകം അറിയപ്പെടുന്നത് ഭാരതരത്ന കൊണ്ടാണോ? ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിട്ടല്ലേ, ചീഫ് ആർക്കിടെക്റ്റ് ആയിട്ടല്ലേ അദ്ദേഹത്തിൻ്റെ നിയമമന്ത്രിയാക്കിയതാരാണ്? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് RSS ആണെന്ന് നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്. ഹിന്ദു കോഡ് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ RSS ഉയർത്തിയ മുദ്രാവാക്യം എന്താണെന്ന് നിങ്ങൾ ഒന്ന് നോക്ക്. ഹിന്ദു കോഡിനെതിരെ RSSന്റെ നിലപാടെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു വെളിപ്പാടകലെയുള്ള തീൻമൂർത്തി ലൈബ്രറിയിൽ ആ കാലഘട്ടത്തിലെ ഓർഗനൈസറിൻ്റെ പതിപ്പുകൾ പരിശോധിച്ചാൽ മതി. ആ പതിപ്പുകളൊക്കെ പരിശോധിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്താണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് RSS മുഖപ്രസംഗം എഴുതിയതെന്നുള്ളത് നിങ്ങൾ പോയി വായിച്ചു നോക്ക്. അത് കൃത്യമായിട്ട് അംബേദ്കറിനെയും ഭരണഘടനയെയും തള്ളിക്കളയാണ് ചെയ്തത്. ആ ഭാഗം മുഴുവൻ ഞാൻ രാജ്യസഭയിൽ പ്രസംഗിച്ചപ്പോൾ ഉദ്ധരിച്ചു. അതായത് ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വെക്കുന്നതാണ്. ഇത് ബ്രിട്ടീഷുകാരൻ്റെ തട്ടിപ്പാണ് ഈ ഭരണഘടന. ഈ ഈ വലിയ മഹാപാതകം തിരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകണം. ആ തിരുത്തൽ ഞങ്ങൾ ഭയന്നതുകൊണ്ടാണ് ഈ ഭരണഘടന മാറ്റാൻ വേണ്ടിയിട്ട് BJP ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് പോലെ ഞങ്ങൾ ഉയർത്തിയത്. അങ്ങനെ ഒരു ബഹുമാനം അംബേദ്കറോട് കോൺഗ്രസിനും നെഹ്റുവിനും ഉണ്ടായിരുന്നെങ്കിൽ എന്തിന് 2 തവണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി? കോൺഗ്രസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെ വക്താവല്ലോ ഞാൻ. കാലിക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പ്രതികരണം അല്ലേ. ഇനിയിപ്പോൾ അത് കാര്യം ചെയ്യും, ഒരു കുഴപ്പമില്ല. കോൺഗ്രസ് നേതാക്കന്മാർ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ആരെങ്കിലും പിടിച്ചിട്ട് കോൺഗ്രസിൻ്റെ നെഹ്റുവിൻ്റെയും നിലപാട് എന്തായിരുന്നു കുറിച്ച് ചോദിക്കുക. ഞാൻ പൊതുവായ ഒരു രാഷ്ട്രീയവും ആ കാലഘട്ടത്തിൽ അംബേദ്കർ അനുഭവിച്ച എന്തിനാണ് അംബേദ്കർ ഈ പറഞ്ഞ RSS മുന്നോട്ട് വെക്കുന്ന സനാതന ധർമ്മത്തെ ധിക്കരിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും അതിശക്തിയുമായി പ്രതിഷേധിച്ചുകൊണ്ടും എന്തിനാണ് ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിലേക്ക് പോയത്? RSS വിഭാവനം ചെയ്ത ആ ചാതുർവർണ്ണത്തിൽ അദ്ദേഹം എതിർത്തത്. അതെന്താ നിങ്ങൾ കാണാതിരിക്കുന്നത്?